Good morning, children. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിപ്പിച്ച് നിർത്തിയത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? All of you take your textbook. അമൃത പറയോ? എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച് നിർത്തിയത്? മിസ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി വെച്ചതുപോലെയുണ്ട് ബുക്ക്, ഇതുവരെ തുറന്നിട്ടില്ല. നിങ്ങളും അങ്ങനെയാണോ നോക്കട്ടെ? 27. പേജ് നമ്പർ 27. 21. ആഹാ, അപ്പം ഞാൻ പേജ് നമ്പർ 27 എടുത്ത് നോക്കുമ്പോ 21 ആണോ 27 ആണോ ഉറപ്പിക്കാദ്യം? 21. 22-ലത്തെ എക്സസൈസ് ചെയ്തു അല്ലേ? ചെയ്തില്ലേ അമൃത? ചെയ്തു. മിസ് അന്ന് പേജ് മാറിപ്പോയിട്ട് എടുത്തതല്ലേ, ഓർക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ചെയ്യാത്തവർ എത്ര പേരുണ്ട്? അതൊന്ന് കാണട്ടെ. മിസ്സിന്റെ ഒരു പേരുണ്ട്, കള്ളം പറയരുത്. ഹോംവർക്ക് ചെയ്യാത്തവർ എത്ര പേരുണ്ട്? 2 ലൈൻ കോപ്പിയിൽ എഴുതാത്തവര് സത്യം പറഞ്ഞാ മതി. ആയുഷ് എഴുതിയിട്ടില്ല. എന്തു പറ്റി ആയുഷ് എഴുതാത്തത്? കാര്യം അറിയട്ടെ. അൺമ്യൂട്ട് ചെയ്ത് ആയുഷ്. എന്തുകൊണ്ടാ ഹോംവർക്ക് ചെയ്യാത്തത്? ആയുഷ് അൺമ്യൂട്ട് ചെയ്യ്. ഇനി ഞാൻ വീട്ടിൽ വരുന്നുണ്ട് ആയുഷിന്റെ ഹോംവർക്ക്. അതിനു മുമ്പായിട്ട് എല്ലാം ഹോംവർക്ക് ചെയ്തിട്ടോണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 23 അല്ലല്ലോ, പേജ് നമ്പർ 21-ല് നമ്മള് ഐ സേ ഐനക്ക് വരെയാണ് പഠിച്ചത് അല്ലേ? എസ് ആണെങ്കിൽ ഒന്ന് തമ്പുയർത്തി കാണിക്കൂ. അതെ. നെക്സ്റ്റ് ഒന്നും കൂടെ ഞാൻ ആദ്യം തൊട്ടൊന്ന് വായിച്ചു തരാം. കുട്ടികൾ കേറിക്കൊണ്ടിരിക്കും. ഇപ്പൊ കൃത്യസമയത്ത് ആരും കേറുന്നില്ല. एक अक्षर दो वस्तुओं का ज्ञान. पाड़ 3 एक अक्षर दो वस्तुओं का ज्ञान. ഒരക്ഷരവും രണ്ട് വാക്കുകളും. ഫാത്തിമ കെ എം, ലിസൺ ഹിയർ. ആസെ അനാർ അമരൂദ്. ആസെ ആം ആലു. ഈസെ ഇമലി ഇലായച്ചി. ഈസെ ഈഖ് ഈശ്വർ. ഊസെ ഉല്ലു ഉടന. ഊസെ ഊൻ ഊത് ബിലാവ്. ഇർസെ ഋഷി ഋഷഭ്. ഏസെ എടി ഏക്ക്. ഐസെ ഐന് ഐരാവത്. ദേവശാ എവിടെയാണ് നോക്കുന്നത്? ബുക്കിൽ ശ്രദ്ധിക്കുക. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? നെക്സ്റ്റ് എ ഐ കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താണ്? ഓ. ഇപ്പൊ മിസ് വായിച്ചു തന്ന പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കണം കേട്ടോ. ഓ സേ, ഓ എന്ന അക്ഷരം കണ്ടോ നിങ്ങള്? കണ്ടു. നിങ്ങളുടെ കൈവിരല് അല്ലെങ്കിൽ പെൻസില് ആ ബുക്കില് ആ അക്ഷരത്തിന്റെ മുകളിലായിരിക്കണം. ഓ സേ ഓഖലി. എന്താ ഓഖലി എന്ന് പറഞ്ഞാല്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉരലും ഒലക്കയൊക്കെ കണ്ടിട്ടുണ്ടോ? ഉരലിനാണ് ഓഖലി പറയാ. അരിയൊക്കെ പണ്ട് കാലത്ത് അരിയും ഗോതമ്പൊക്കെ ഇടിച്ച് നമ്മള് അങ്ങനെയാണ് പൊടിക്കുന്നത് അല്ലെ? ഇപ്പോഴാണ് നമുക്ക് മില്ല് വന്നത്, റൈസ് മില്ലൊക്കെ വന്നു. അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെ ഇടിച്ചിടിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഓഖലി. ഓസെ ഓട്ടനി. എന്താ ഓട്ടനി എന്ന് പറഞ്ഞാല്? സ്കാർഫ്, അതായത് തലയിൽ ഇടുന്ന എന്താണ് പറയാ?
മഫ്ലർ എന്നൊക്കെ പറയും, അതിൽ തട്ടം അങ്ങനെയൊക്കെ പറയും. സ്കാർഫ് ആ ഒരു തുണിക്കാണ്, തലയിൽ ഇടുന്ന ആ തുണിക്കാണ് പറയുന്നത് സ്കാർഫ്. അത് പല ആൾക്കാരും പലതരത്തിൽ പറയുന്നുണ്ട്. ഓസെ, ഓക്കലി, ഓട്ടനി. ഔസെ, ഔരത്, ഔജാർ. നമ്മൾ ഇന്ന് ഈ 3 അക്ഷരങ്ങളും പഠിക്കുക. ലാസ്റ്റ് ആ എന്നുള്ള അക്ഷരം കൊണ്ട് വാക്കുകളൊന്നുമില്ല, അതുകൊണ്ട് ഈ 3 അക്ഷരം ഇന്ന് പഠിക്കുവാണ്. ഓസെ, ഓക്കലി, ഓട്ടനി. ഓളപ്പിസെ ഓസെ, ഓക്കലി, ഓട്ടനി. ഔസെ, ഔരത്. എന്താ ഔരത്ത് എന്ന് പറഞ്ഞാല്? വുമൺ അല്ലെ? വുമൺ അല്ലെങ്കിൽ ലേഡി. ഇത് സ്ത്രീ എന്നാണ് പറയാ. അതായത് അമ്മയല്ല. ഔരത്ത് എന്ന് പറഞ്ഞാല് സ്ത്രീ. അമ്മയ്ക്ക് എന്താ ഇതിൽ പറയാ? മാം എന്നാ പറയാ അല്ലെ? അതായത് ഔരത്ത് എന്ന് പറഞ്ഞാല് ലേഡി. നമ്മൾ എന്താ പറയാ, പെണ്ണുങ്ങളും ആണുങ്ങളും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ലേഡി. ഔജാർ. ഔജാർ എന്ന് പറഞ്ഞാൽ ടൂൾസ്. എന്തൊക്കെ ടൂൾസാ? സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, എന്താണ് കട്ടർ, കട്ടിംഗ് പ്ലെയർ, ഇതൊക്കെ ടൂൾസ് ആണ് അല്ലെ? നമ്മള് പണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ടൂൾസ് ആണ്. അതിനാണ് ഔജാർ എന്ന് പറയാ. ഹിന്ദിയില് ഔജാർ. ഔജാർ എന്ന് പറഞ്ഞ ടൂൾസ്. ഔസെ, ഔരത്. ഔരത് എന്ന് പറഞ്ഞ വുമൺ. ഔസെ, ഔരത്, ഔജാർ. ഇവിടെ ലേഡി എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലെ? കുഴപ്പമില്ല. ഒന്നുകൂടെ വായിച്ചുതരാം. ഓസെ, ഓക്കലി, ഓട്ടനി. ഔസെ, ഔരത്, ഔജാർ. നൈല, സക്കി, don't bite your pencil. Take. Okay. ഔസെ, ഔരത്, ഔജാർ. ഒന്നുകൂടെ once more. ഓസെ, ഓക്കലി, ഓട്ടനി. ഔസെ, ഔരത്, ഔജാർ. നെക്സ്റ്റ് ഔ കഴിയുമ്പോൾ അടുത്ത ലെറ്റർ അം. അംസെ, അംഗൂർ. അന്ന് കണ്ടോ എങ്ങനെയാ അന്ന് എഴുതുന്നത്? ആ എഴുതിയിട്ട് മുകളിൽ ഒരു കുത്ത് അല്ലെ, ഒരു ഡോട്ട് ഇടണം. അംസെ, അംഗൂർ. എന്താ അംഗൂർ എന്ന് പറഞ്ഞാല്? ഗ്രേപ്സ്, മുന്തിരി അല്ലെ? അംസെ, അംഗൂർ. അംസെ, അംഗൂർ. അണ്ട. എന്താ അണ്ട? എഗ്, മുട്ട അല്ലെ? അംസെ, അംഗൂർ, അണ്ട. സ്വരാക്ഷരങ്ങളിലെ ലാസ്റ്റ് അക്ഷരമായ ആ കണ്ടോ? ആ എങ്ങനെ എഴുതുക? ആ എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ 2 ഡോട്ട് ഇടണം. അതാണ് ആ. once more. ഓസെ, ഓക്കലി, ഓട്ടനി. all of you say. ഔസെ, ഔരത്, ഔജാർ. അംസെ, അംഗൂർ, അണ്ട. once more. ഓസെ, ഓക്കലി, ഓട്ടനി. ഔസെ, ഔരത്, ഔജാർ. അംസെ, അംഗൂർ, അണ്ട. Okay. All of you take page number 20. Page number 20. എല്ലാവരും ശ്രദ്ധിച്ചേ. ഒന്ന് എല്ലാവരും പെൻസിലോ അല്ലെങ്കിൽ കൈവിരലോ തൊട്ടുകൊണ്ട് ആ അക്ഷരങ്ങളും ആ വാക്കുകളും ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. മിസ് വായിച്ചു തരുമ്പോ കൂടെ വായിക്കണം. വായിച്ചോ നിങ്ങൾ അവിടുന്ന്? ഒരാളെ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ ഭയങ്കര സൗണ്ട് ആയിരിക്കും, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ആരും അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്നില്ല. മിസ് വായിക്കുമ്പോ അവിടുന്ന് നിങ്ങൾ കൂടെ വായിക്കണം കേട്ടോ. ആസെ, അനാർ, അമരൂർ. മിസ്സിന് കാണാം ഇവിടുന്ന്. ആസെ, ആം, ആലു. ഈസെ, ഇമലി, ഇലായചി. അശ്വിനി, തൊട്ട് വായിക്ക് അശ്വിനി.
ബുക്കിൽ തൊട്ട് വായിക്കേ. ഈ സേ ഈക്ക് ഈശ്വർ. ഊ സേ ഉല്ലു ഉടിന. ഊ സേ ഊൻ ഊത് ബിലാവ്. ഇർ സേ ഋഷി ഋഷഭ്. ए से एडी एक. आई से ऐनक ऐरावत. ओ से ओखली ओटनी. औ से औरत औजार. अम से अंगूर अंडा. लास्ट अक्षरम आ. Okay. All of you take your notebook, 2-line copy. Amrita, please unmute. സ്വരാക്ഷരങ്ങൾ നിങ്ങൾ എത്ര പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതി? എത്ര പ്രാവശ്യം എഴുതി? കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അല്ല, അങ്ങനെയല്ല. ആ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങള് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയോ? 5 ടൈംസ് എഴുതാൻ പറഞ്ഞിരുന്നില്ലേ? എപ്പോ എഴുതി? എഴുതിയിട്ടുണ്ട്. എല്ലാരും തന്നെ എഴുതിയിട്ടുണ്ട്. കുറച്ചു പേര് എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായി. ആ മുതൽ ആ വരെയുള്ള സ്വരാക്ഷരങ്ങള് എഴുതണം. എന്നാലും ഒന്നുകൂടി നിങ്ങൾ എഴുതണം. ഈ സ്വരാക്ഷരങ്ങള് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് ഇപ്പൊ പകർത്തി എഴുത്. റൈറ്റ് ഫാസ്റ്റ്. ഇതിങ്ങനെ ഈ അക്ഷരങ്ങള് ആ ടു ആ വരെ ഒരു പ്രാവശ്യം. ഇത് എങ്ങനെ എഴുതണം? ആ മുതൽ ഇറു വരെ ഒരു ലൈനില്, രണ്ടാമത്തെ ലൈനില് എ മുതൽ ആ വരെ. മിസ് ഇപ്പൊ എഴുതിയ പോലെ എഴുതണം. ഇന്നത്തെ ഡേറ്റ് ഇടണം. അതിന്റെ കൂടെ ഇങ്ങനെ എഴുതണം. ഇതുപോലെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈൻ വരയ്ക്കാം പിന്നീട്. ഇപ്പം വിട്ട് എഴുതുക. ഇറു വരെ എഴുതാൻ ആ ഒരു ലൈനിൽ സ്ഥലം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അതിന്റെ താഴെ രണ്ടാമത്തെ ലൈനിൽ എ ഐ ഒ ഔ അം ആ. സ്കെയിൽ വെക്കണമെന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സ്കെയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലൈനില് എല്ലാ അക്ഷരങ്ങളും, താഴത്തെ ലൈനിലെ അക്ഷരങ്ങൾ കുറവാണ്. സ്കെയിൽ വേണ്ട, വിട്ട് എഴുതിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? ഇത് 2 ലൈനായിട്ട് എഴുതിയിട്ട് നിങ്ങൾ 5 പ്രാവശ്യം വീണ്ടും നോട്ട്ബുക്കിൽ എഴുതണം. നമ്മൾ അക്ഷരങ്ങൾ ശരിക്കും പഠിച്ചിട്ട് സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോകുന്നുള്ളൂ. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കുക. മിസ് എഴുതിയ പോലെ തന്നെ ആവണം നിങ്ങളുടെ നോട്ട്ബുക്കില്. അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കൂട്ടി എഴുതുമ്പോ. അലൻ ജോസഫ് എഴുതി കഴിഞ്ഞു. വേറെ റൈറ്റ് ഫാസ്റ്റ്. അപ്രാ സ്പീക്കേ. മിസ് ഇവിടെ കാണിച്ചിരുന്നില്ല, പിന്നെ എന്തിനാ വേറെ ബുക്ക് എടുക്കാൻ പോകുന്നത്? നിങ്ങള് ഇത് കാണുന്നില്ല?
എന്തിനാ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടുവന്ന അറിയോ? നിങ്ങൾ ഇങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ എഴുതണം, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എഴുതിക്കൊണ്ടുവന്നത്. അല്ലെ നിങ്ങൾ ഒറ്റ ലൈനിൽ ഫുൾ എഴുതി വെക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല കൂട്ടി കൂട്ടി എഴുതിയിട്ട്. ദേവർഷ എഴുതി കഴിഞ്ഞല്ലേ? അമൃത, നീലാഞ്ജന, ബിയോണ, റിച്ചാർഡ്. അവിടെ എഴുതിക്കോ, ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അവിടെ റൈറ്റ് 5 ടൈംസ് എഴുതണം. പിന്നീട് ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. റൈറ്റ് 5 ടൈംസ്. ഓക്കെ. കഴിഞ്ഞില്ലേ? ഇതാ ഇപ്പൊ 5 പ്രാവശ്യം ആ ഒരു പേജിൽ എഴുതണം കേട്ടോ. എനിക്ക് നിങ്ങൾ ക്ലോസ് ചെയ്ത ബുക്ക്. അപ്പൊ എന്റെ നോട്ട്ബുക്കിൽ എഴുതേണ്ട വർക്ക് എന്തൊക്കെയാണ്? നോട്ട്ബുക്കിൽ എഴുതേണ്ടത് A-I വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? ഓസെ, ഓഖലി, ഓട്ടനി ഒരു ഹാഫ് പേജ് വെച്ച് എഴുതിയാൽ മതി കേട്ടോ. അംസെ, അങ്കൂർ, അണ്ട വരെ വേണം. എന്നപ്പോ ഒരു നിങ്ങൾ ഹാഫ് ആക്കണ്ട, ഈ 3 വാക്കുകളും ഒരു 3 ലൈൻസ് വെച്ച് എഴുതി നോക്കിയോ. ഓസെ, ഓഖലി, ഓട്ടനി. ശ്രദ്ധിച്ചിരിക്കാം. എന്നപ്പോ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് അത് ഫുൾ എഴുതാം. ഓസെ, ഓഖലി, ഓട്ടനി. റൈറ്റ് 3 ടൈംസ്. നെക്സ്റ്റ് 3 ലൈൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഔസെ, ഔരത്, ഔജാർ. ഒരു 3 ലൈൻ എഴുതി കഴിയുമ്പോൾ അംസെ, അങ്കൂർ, അണ്ട. അങ്ങനെ എഴുതി ആ ഒരു പേജ് ഫുൾ ആയിക്കോളും. 5 പ്രാവശ്യം എഴുതുമ്പോൾ കിട്ടില്ല നിങ്ങൾക്ക്. പിന്നെ നെക്സ്റ്റ് പേജിൽ ഒരു പകുതി എഴുതുമ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പൊ ആ ഒരു പേജിൽ തന്നെ ഈ 3 അക്ഷരങ്ങളും അതിന്റെ കുറച്ചല്ലേ എഴുതാൻ വന്നുള്ളൂ. ഇപ്പൊ അതിന്റെ ഹിന്ദി വേർഡ് എഴുതുക. അപ്പം ലാസ്റ്റ് ക്ലാസ് കയറിയവരൊക്കെ ഉണ്ട് ഇപ്പൊ. അവരെന്ത് ചെയ്യണം? യൂട്യൂബ് നോക്കിയിട്ട് ഈ ക്ലാസ് കേട്ടിട്ട് അതുപോലെ ചെയ്യാം. എന്തൊക്കെയാ പറഞ്ഞെന്ന് അതുപോലെ ചെയ്യാം. പിന്നെ വർക്ക് തന്നത് നോട്ട്ബുക്കില് സ്വരാക്ഷരങ്ങള് 5 പ്രാവശ്യം എഴുതുക. രണ്ടാമത് നോട്ട്ബുക്കില് ഇത് പഠിച്ച കാര്യം ഓസെ, ഓഖലി. ഒന്നുകൂടെ വായിച്ചുതരാം. ഓസെ, ഓഖലി, ഓട്ടനി. ഔസെ, ഔരത്, ഔജാർ. അംസെ, അങ്കൂർ, അണ്ട. അപ്പൊ ലാസ്റ്റ് കയറിയവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ വാക്കുകളെല്ലാം തന്നെ എങ്ങനെ എഴുതണം? ഓ എഴുതുക, ഹൈഫൺ ഇടുക. ഓഖലി, ഓട്ടനി അത് താഴോട്ട് 3 പ്രാവശ്യം എഴുതുക. അതിന്റെ താഴെ ഔ എഴുതുക, ഹൈഫൺ, ഔരത്ത്, ഔജാർ. വീണ്ടും 3 പ്രാവശ്യം എഴുതുക. ഹൈഫൺ ഇടുക, അണ്ട, അങ്കൂർ. 3 പ്രാവശ്യം എഴുതുമ്പോഴേക്കും ആ പേജ് ഫുൾ ആവും. കുറച്ച് എഴുതാനുള്ളൂ. ഒത്തിരി പറഞ്ഞെങ്കിലും കുറച്ച് എഴുതാൻ വരുന്നുള്ളൂ. ഇതിന് ശേഷം വേണം നമുക്ക് ഇംഗ്ലീഷ് വേർഡൊക്കെ പഠിക്കാൻ. പാര എനിക്കൊന്ന് വായിച്ചു തരാം. കൂടാതെ അക്ഷരദീപത്തിൽ എഴുതാത്തവരുണ്ട്. ഇപ്പൊ കുറെ പേര് വാട്സപ്പ് ചെയ്യുന്നുണ്ട്, കുറെ പേര് അക്ഷരദീപത്തിൽ എഴുതുന്നില്ല. എന്താ കാരണം? ഹോംവർക്ക് വരെ ചെയ്യുന്നില്ല അല്ലെ ആയുഷേ? എന്നിട്ടാണ് പിന്നെ അക്ഷരദീപം എഴുതാൻ പോകുന്നത്. അപ്പം ആയുഷ് ഹോംവർക്ക് ചെയ്യണം.
ഇനിയിപ്പോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഹോംവർക്ക് ചെയ്യണം. നോട്ട് ബുക്കില് അക്ഷരദീപത്തിൽ എഴുതണം, എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം. അനാമിക ആർ ഇന്ന് പഠിപ്പിച്ച കാര്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ച മിസ്സിനെ. മോളെ ഇന്ന് പഠിപ്പിച്ചത് എവിടെയാണ്? ഓ മുതല് ഓസെ ഓസെ ഓക്കലി ഓസെ ഓക്കലി അവിടെ തുടങ്ങാൻ ഓട്ടനി ഓട്ടനി ആ ഔസെ ഔരത് തൊട്ട് വായിക്കേ, ബുക്കിൽ തൊട്ട് വായിക്കേ. ഔജാർ ആ എത്ര പ്രാവശ്യം വായിച്ചു തന്നു, ക്ലാസ് ശ്രദ്ധിച്ചില്ലേ? അംസെ അങ്കൂർ അണ്ട ഔസെ എന്നാണോ? അംസെ അങ്കൂർ അണ്ട ആ അനാമിക എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പൊ കൂട്ടുകാര് വായിക്കുന്ന കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടൊക്കെ വായിക്കാൻ കിട്ടാത്തത്. തൊട്ട് തൊട്ട് വായിക്കണം കേട്ടോ, നിങ്ങൾക്ക് കിട്ടില്ല. സൽമാൻ സൽമാൻ നാസർ ഓസെ ഓക്കലി ഓസെ ഊസെ ഓസെ ഓഖലി ഓട്ടനി ഓസെ ഓസെ ഓട്ടനി ഔസെ ഔജ ഔസെ ഔരത് ഔജ അംസെ അങ്കൂർ അണ്ട. ഓക്കെ മിഗ്ദാദ് മിഗ്ദാദ് വായിച്ചോ. എവിടെയാണ് വായിക്കുന്നത്? ഓസെ ഓഖലി ഓട്ടനി എവിടെയാണ് അക്ഷരം? തൊട്ട് വായിക്കേ. എവിടെ നിന്റെ കൈ എവിടെ? തൊട്ട് വായിക്കേ, അക്ഷരം വായിക്കുന്നേ. തൊട്ട് വായിക്കേ അക്ഷരം. ഔ എന്താടാ നീ വായിക്കുന്നത്? ഏസെ ഔ എന്നാണോ പഠിപ്പിച്ചത്? അടി. സാവിയോജി ഒന്ന് വായിച്ചു കൊടുത്തേ. ശ്രദ്ധിച്ചേ മിഗ്ദാദ്, ശ്രദ്ധിച്ചിരിക്കേ. മിഗ്ദാദിനെ ഇപ്പൊ വിളിക്കും ഞാൻ. സാവിയോ വായിക്കേ. ഓസെ ഓഖലി ഓട്ടനി ആ ഔസെ ഔരത് ഔജാർ ഔജാർ അംസെ അങ്കൂർ അണ്ട. ആ വെരി ഗുഡ്. അനാമിക പി രാജ് അവളെയാണ് ഞാൻ നേരത്തെ വിളിച്ചത്. അനാമിക ആറല്ലേ അത്? അനാമിക പി രാജ് പ്ലീസ് അൺമ്യൂട്ട്. അനാമിക കേൾക്കുന്നില്ല അവൾക്ക്. അമൻ മാധവ് ഓസെ ഓസെ ഓക്കലി ഓട്ടനി ഔസെ ഔജാർ ഔരത് ഔജാർ അംസെ അങ്കൂർ
Anjar. ഓക്കെ അണ്ട. ഫോണിൽ പണിയുന്നവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. അഫ്ര സ്പീക്ക്. Ose okeli. Otani. Ose. Auja. ഔജാർ. Anjar. അംസെ അങ്കൂർ അണ്ട. Anggur. Anda. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അഥീന, അൻവിത, ഹാദി, അയാൻ വിജേഷ്, ഫാത്തിമ കെ എം, റസീൻ യൂസഫ്, അനാമിക ആർ, ഷാസ മറിയം, ദീക്ഷിത്, സേറ മരിയ, ആരവ്, ദേവർഷ, ഇത് എഴുതി വെച്ചാണോ? ക്ലാസ് കഴിഞ്ഞ ഇഷിക രാജ്, ആദി തനൂപ്, ജോവിൻ ജോയ്, എഴുത് വിട്ട് എഴുതണം. ഇവിടെ നിവേദ്യ, സൽമാൻ, മിഗ്ദാദ്, സാവിയോ ജോ, നീലാഞ്ജന, അനാമിക പി രാജ്, ഏബൽ മാത്യു, ഹാദിനെ വിളിച്ചില്ലേ, ഹാദി ഹൈദർ, അയാൻ വിജേഷ് എഴുതി. എഴുതട്ടെ ചേട്ടായി, വേറെ പെൻസിൽ ഉണ്ടല്ലോ ഇവിടെ. എഴുതേ. ആരാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? അവരൊന്ന് മ്യൂട്ട് ചെയ്തേ. ഷഹ്ബറ, അഫ്ര സ്പീക്കർ, റിച്ചാർഡ്, അമൃത, നിയ, ആരോൺ, ജിയ റോസ്. പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സില്? ഷഹബറാനൊക്കെ വിളിച്ചു, അല്ലൻ ജോസഫിനെ വിളിച്ചു കേട്ടോ, എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് മൊബ്ദാസിം വിളിച്ചു, കേട്ടില്ലേ? ദീക്ഷിതയെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മിസ്സിനെ. 6 മിനിറ്റ് ഉണ്ട് ഇനി. ഒന്ന് പഠിപ്പിച്ചൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. ഔജാർ, അംസെ, അങ്കൂർ, അണ്ട. ഓക്കെ, വെരി ഗുഡ്. ആരാണ് വിളിച്ചു പറഞ്ഞത് ഞാൻ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? ആരാണ്? നൈല സക്കീർ. നൈല അല്ലേ? നൈല സക്കീർ. ഓക്കെ, ആരാ മിസ്സിനെ ഇപ്പൊ വിളിച്ചത്? പേര് പറയോ? ആരവ് പി. ഒന്ന് വായിച്ചു കേൾപ്പിച്ച മോനെ. ആരവ്. ഔസെ, ഓക്കലി, ഔജാദ്, ഓട്ടനി. ഓട്ടനി, ഔസെ, ഔസെ, ഔരദ്, ഔജാർ. ഔജാർ.
हमसे हमसे अंगूर അണ്ട. अंडा ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ് ഞാൻ വായിക്കാൻ മടിയുള്ളവരാരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? എനിക്ക് വായിക്കണ്ടെന്നുള്ളവരാരാണ്? നമുക്കൊരു 4 മിനിറ്റേ ഉള്ളൂ. എനിക്ക് വായിക്കണ്ടെന്ന് പറയുന്ന ആരാണ്? അയാൻ പറഞ്ഞു എനിക്ക് വായിക്കണ്ടെന്ന്. അയാൻ, പ്ലീസ് അൺമ്യൂട്ട്. നീ പറഞ്ഞില്ലേ എനിക്ക് വായിക്കണ്ടെന്ന്? ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. से गली ഓട്ടനി. ओटनी നമ്മുടെ ടൈം തീരും ഇപ്പൊ, വേഗം വായിക്കേ. ഔസേ आज़ायत ഔജാർ. औजार हमसे आशा अंगूर अंडा. आशा अंडा ഓക്കെ. ഹാദി എവിടെ യാത്ര ചെയ്യുവാണോ? ഹാദി ഹൈദർ യാത്രയിലാന്ന് തോന്നല്ലോ. അതെ, ഓക്കെ. നമ്മുടെ ടൈം തീർന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. സി യു നെക്സ്റ്റ് പീരീഡ്. അടുത്ത പീരീഡ് നമുക്ക് ചിഹ്നങ്ങൾ എടുക്കണം കേട്ടോ. അന്നേരം ക്ലാസ് കളയരുത്, നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ യൂട്യൂബിൽ കിട്ടിയാലും നമ്മുടെ ക്ലാസ് ടൈമിൽ കിട്ടുന്നത് പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇപ്പൊ കയറിയവരെല്ലാരും തന്നെ അടുത്ത ക്ലാസ്സിലും കയറണം. കിട്ടാത്തവര്, റേഞ്ചിന്റെ പ്രശ്നം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കിട്ടാത്തവര് നല്ല റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് യൂട്യൂബിൽ കയറിയിട്ട് അത് കാണണം കേട്ടോ. ചിഹ്നങ്ങൾ നമുക്ക് ശരിക്കും പഠിച്ചു പോണ്ടേ. ഓക്കെ, നോട്ട് ബുക്കിൽ എഴുതുക. നോട്ട് ബുക്കിൽ ഒത്തിരി ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. ഒരു പേജിൽ തന്നെ ഈ 3 വാക്കുകൾ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. 3 പ്രാവശ്യം വെച്ച് ആ 3 അക്ഷരങ്ങളുടെയും ഈ 2 വാക്കുകൾ വെച്ച് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് എഴുതുക, വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അതുപോലെ അക്ഷരദീപത്തിൽ എഴുതണം. Okay. Bye. See you next period. See you.